ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പുസ്തകങ്ങളുടെ വർണ്ണവിരുന്നൊരുക്കി വായനാ സദസ്സിന് തുടക്കം. ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശത്തോടെ ജൂൺ 19 വായനാ ദിനത്തിൽ തുടങ്ങി ജൂലൈ 18 അവസാനിക്കുന്ന വായനാ മാസാചരണത്തിന്റെയും വായനാ മഹോത്സവത്തിന്റെയും ഭാഗമായ വായനാ സദസ്സിന് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലാതല വായനാ സദസ്സിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. നമ്മളുടെ മുൻപിലുള്ള ആളുകളൊക്കെ കടന്നുപോയ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് നമ്മളടക്കമുള്ള ആളുകളൊക്കെ ഇത്രയും നാളും പഠിച്ചു വന്നത്. ഒരു പക്ഷേ വിശപ്പിന് വേണ്ടി കരയുന്ന ഏതെങ്കിലും കുട്ടികൾ ഇപ്പോൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളിലൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ മഴ കാണുമ്പോൾ MTയുടെ ആ ഒരു കഥയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. പിന്നെ ഓർമ്മ വരുന്നത് മഴ പെയ്യുമ്പോൾ മാമ്പഴം പറക്കാൻ പോയതും അതും ഇതൊക്കെയാണ്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു വേനൽ മഴ പോലും തന്നെ കാര്യമായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വായന എന്ന് പറയുന്നത് ഇപ്പം ഞാനിങ്ങനൊരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ എന്നേക്കാളും നന്നായിട്ട് ഈ കഥ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിലുണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരിയാണ് നിങ്ങൾ ആ കഥ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇതുപോലെ ഒത്തിരി കഥകൾ നിങ്ങൾക്ക് വായിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള SK പൊറ്റക്കാടിൻ്റെ, എനിക്കൊന്നും അത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. നീലക്കൊടുവേലി തേടിപ്പോകുന്നൊരു കഥ ഇപ്പോൾ പഠിക്കാനുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ഭയങ്കര രസമുള്ള കഥകളുണ്ട്. അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കഥ പറയുന്ന ഒത്തിരി മനോഹരമായ കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ല കവിതകളുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണം. നിങ്ങൾ അങ്ങനെ വായിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അവബോധം കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ നല്ല വായനാശീലമുള്ളവരായിട്ട് നിങ്ങൾക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കുഞ്ഞു കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ? എന്താ വായിക്കുന്നത്? ബാലരമ വായിക്കാറുണ്ടോ? കളിക്കുടുക്ക. അപ്പോൾ രസമാണ്. അപ്പോൾ ബാലരമയും കളിക്കുടുക്കയൊക്കെ വായിച്ചിട്ടാണ് ഞാനും തുടങ്ങിയത്. ഷെയ്രുവും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഷെയ്രു ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? സൂത്രനും ഷെയ്രും ഉണ്ടോ? അപ്പോൾ ആരും വായിക്കാറൊന്നുമില്ല. ഈ ബാലരമയും കളിക്കുടുക്കയും പോലും വായിക്കാറില്ലേ? ബാലരമയ്ക്കും കളിക്കുടുക്കൊന്നും ആക്ച്വലി പ്രായമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ഉള്ളിൽ ബാല്യം കൊണ്ട് കിടക്കുന്ന ആർക്കും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണതെല്ലാം. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പ്രൈമറി തലത്തിൽ തുടങ്ങി IAS തലം വരെയുള്ള പഠനവും വായനയുടെ പങ്കും പിന്തുണയും കളക്ടർ പദവിയിൽ എത്തിച്ചതിന്റെ അനുഭവവും പങ്കുവെച്ചാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ VV സുബീഷ് അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, URF ഏഷ്യൻ റെക്കോർഡ്സ് ഹോൾഡർ ആർട്ടിസ്റ്റ് സെയ്ദ് ഷാഫി, ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു. ചടങ്ങിൽ സെയ്ദ് ഷാഫി വരച്ച ജില്ലാ കളക്ടറുടെ ഛായാചിത്രം കളക്ടർക്ക് സമ്മാനിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ, സുധാമൂർത്തിയുടെ ഹൊറികല്ലു എന്നീ പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പും ക്യാരക്ടർ പ്രസന്റേഷനും നടത്തി. SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാന വിതരണവും ഹൈവോ മാഗസിന്റെയും സ്റ്റിക്കി പോസ്റ്ററുകളുടെ പ്രകാശനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, ഹെഡ് മാസ്റ്റർ KS കിരൺ, പ്രൈമറി ഹെഡ് മിസ്റ്റേഴ്സ് VV അമ്പളി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബദ്രുദ്ദീൻ ഗുരുവായൂർ, ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ B ശ്യാംലാൽ, കുടുംബശ്രീ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ്, IPRD അസിസ്റ്റന്റ് എഡിറ്റർ KC ഹരിദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. PN പണിക്കർ ജില്ലാ റീഡിംഗ് മിഷൻ കോർഡിനേറ്റർ MA സാദിഖ് സ്വാഗതവും കൺവീനർ KR ജോഷി കൊല്ലാറ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ കാറ്റിന് നിന്റെ ശബ്ദത്തിന്റെ മണമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ കണ്ടിട്ടില്ലെങ്കിലും നിന്റെ ശബ്ദം എനിക്ക് അതീവ ഇഷ്ടമായി. ഈ മതിലുകളില്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിന്നെ ഒരു നിമിഷം നോക്കി നിന്നേനെ. കാരണം നിന്റെ മുഖം
ഇത്രയും മനോഹരമാണെന്ന് എനിക്കറിയില്ലല്ലോ. എടി ബതുക്കൂസേ, നീ ചിരിക്കണ ഞാൻ കാണുന്നില്ലെങ്കിലും കേൾക്കണില്ലേ? ഒരു മതിലില്ലെങ്കിലും നിന്റെ സൗണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. ജില്ലാ ഭരണകൂടം, തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ മിഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രണവേട്ടാ, എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.